പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ പുനലൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻവശത്ത് ചൊവ്വാഴ്ച വൈകിട്ട് 4:30 അപകടമുണ്ടായത്. ഗവൺമെന്റ് ഹൈസ്കൂളിന് വശത്തായുള്ള ഇടറോഡിൽ നിന്നും അമിത വേഗതയിൽ ദേശീയപാതയിലേക്ക് കടക്കാൻ ശ്രമിച്ച ബൈക്ക് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് പാതയോരത്ത് നിന്ന വിദ്യാർത്ഥിയെ ഇടിക്കുകയും പിന്നീട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് ബൈക്ക് മറിയുകയുമായിരുന്നു. അപകടത്തിൽ പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അധ്യാപകർ വിദ്യാർത്ഥിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥിയുടെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ ബൈക്കും ഇതിൽ സഞ്ചരിച്ചിരുന്ന 2 യുവാക്കളെയും പുനലൂർ പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് മാറ്റി. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നതും പട്ടണ മധ്യത്തിൽ ദേശീയപാതയോരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതുമായ സ്കൂളാണ് പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ ഭാഗത്ത് രാവിലെയും വൈകിട്ടും സ്കൂൾ സമയങ്ങളിൽ സ്ഥിരമായി പോലീസ് സാന്നിധ്യം വേണമെന്നുള്ള ആവശ്യം ഏറെ നാളുകളായി ഉള്ളതാണ്. എന്നാൽ നാളിതുവരെ ആയിട്ടും ഇത് നടപ്പിലാക്കാൻ പുനലൂർ പോലീസ് തയ്യാറായിട്ടില്ല. സ്കൂൾ PTA യോഗങ്ങളിൽ ഈ ആവശ്യം ഉയരുമ്പോൾ മാത്രം 2-3 ദിവസങ്ങളിൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കുകയും പിന്നീട് ഇത് പിൻവലിക്കുകയുമാണ് പതിവ് രീതി. വാഹന തിരക്കും കാൽനടയാത്രക്കാരുടെ തിരക്കും ഏറെയുള്ള പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ വിദ്യാർത്ഥികൾ റോഡ് മുറിച്ച് കിടക്കുന്നതും മറ്റും ഏറെ സാഹസപ്പെട്ടാണ്. വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ സ്കൂളിന്റെ പരിസരങ്ങളിൽ രൂപമാറ്റം വരുത്തിയ ബൈക്കിൽ യുവാക്കൾ അമിത വേഗത്തിൽ പോകുന്നതും അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നതും നിരന്തര സംഭവങ്ങളാണ്. ഇതിനാൽ തന്നെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഭാഗത്ത് മിക്കപ്പോഴും അപകടങ്ങളാണ്. ഈ ഭാഗത്തെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി സ്കൂൾ സമയങ്ങളിൽ അടിയന്തരമായി പോലീസിന്റെ സേവനം ഉണ്ടാകണമെന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ആവശ്യപ്പെടുന്നത്. അവിടെ നിന്ന് എടുത്തോളന്ന് കൊണ്ട് നടത്തി ഇടിയോ കാറാ 2 ബൈക്കിലെ പിള്ളേർ 2 പിള്ളേർ ഇറങ്ങാൻ ഏത് ബൈക്കാ മാറാ പിള്ളേർ കുഴപ്പമുണ്ടോ മാറിയേ ബൈക്കെന്തിനാ പോലീസിനെ വിളിച്ചോ പോലീസിനെ വിളിക്കണം. വണ്ടി കുട്ടി നിന്നത് ആ സമയത്ത് ഈ ബൈക്കുകാർ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ്. അപ്പോൾ ഈ ഓട്ടോയുടെ ഗ്ലാസ്സിൽ തട്ടി ഇടത്തോട്ട് വെട്ടിച്ചു. അപ്പോൾ ഈ ഇവൻ്റെ കാലിൽ തട്ടിയിട്ട് അവൻ്റെ കാല് അപ്പുറത്ത് തന്നെ വയ്യാതെ ഇപ്പുറത്തെ റോഡിലോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ചാടി കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ വണ്ടി വന്ന് ആ കാറിനകത്ത് തട്ടിയത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.